ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന മിക്കവാറും ആൾക്കാർക്കും അറിയാൻ പാടില്ലാത്ത വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ആൾക്കാർ ചെയ്യുന്ന ലൈക്ക് വഴി യൂട്യൂബേഴ്സിന് ഉപദ്രവമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ യൂട്യൂബേഴ്സ് ഈ വീഡിയോസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഷോർട്സിൽ പ്രൊഡക്ട്സ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ടാഗ് ചെയ്യുമ്പോഴുണ്ടല്ലോ പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാഗ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ഈ യൂട്യൂബേഴ്സിന് ഫ്രീ ആയിട്ട് കമ്പനിക്കാർ കൊടുത്തിരിക്കുന്നതാണ്, അവരതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതാണ്. ഞാനും മുമ്പേ സത്യത്തിൽ ഇത് തന്നെയായിരുന്നു കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓർത്തു ഇങ്ങനെ ഈ ടാഗ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഈ യൂട്യൂബേഴ്സിന് ഫ്രീ ആയിട്ട് കമ്പനിക്കാർ കൊടുക്കുന്നതാണ്, അത് അവർ അതിനകത്ത് ടാഗ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് പിന്നെ നമ്മൾ ആ സാധനം നമുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, അതായത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സാധനം എൻ്റെ വീഡിയോയിൽ എനിക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് കേട്ടോ, അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമൊന്നുമല്ല. ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾ നമ്മളുടെ വീഡിയോ കണ്ടു കഴിയുമ്പം അതിനകത്ത് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതായത് ഷോർട്സിലും ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തിനാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാഗ് ചെയ്തിരിക്കുന്ന ആ ലിങ്ക് ഉണ്ടല്ലോ, ആ ലിങ്ക് വഴി ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കമ്മീഷൻ ഈ യൂട്യൂബേഴ്സിന് കിട്ടും. ചെറിയൊരു കമ്മീഷൻ, അത് പല പ്രോഡക്ട്സിനും പല രീതിയിലായിരിക്കും കേട്ടോ കമ്മീഷൻ. ചിലപ്പോൾ 2% ആയിരിക്കാം, 3% ആയിരിക്കാം, ഒരു അപ് ടു 8-9% വരെയും ഉണ്ട്. അത് ചില പ്രോഡക്ട്സിനൊക്കെ പല പ്രോഡക്ട്സിനും പല രീതിയിലായിരിക്കും കമ്മീഷൻ ഉള്ളത്. പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പ്രോഡക്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാൻ അറിയുന്ന കുറച്ച് പേരുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സാധനം തന്നെ പർച്ചേസ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതേ റേറ്റിലുള്ള സാധനം തന്നെ പർച്ചേസ് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആ ലിങ്ക് വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. നമ്മളുടെ ഇപ്പം ഞാൻ ടാഗ് ചെയ്തിരിക്കുന്ന ആ ഒരു ലിങ്ക് വഴി ഇപ്പം ഫ്ലിപ്കാർട്ടിനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഫ്ലിപ്കാർട്ട്, മിന്ത്ര, പർപ്പിൾ, നൈക്ക, ടീര, ഈ 5 കമ്പനികളുടെ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ടാഗ് ചെയ്ത്, ഓൺലൈൻ ഷോപ്പുകളുടെ പ്രോഡക്റ്റ്സ് ആണ് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇനിയിപ്പം വലിയ യൂട്യൂബേഴ്സിനൊക്കെ കൂടുതൽ ഓൺലൈൻ ഷോപ്പുകളുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കിങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്, എത്ര റേറ്റിൻ്റെ സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനൊരു 500 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് അവിടെ ടാഗ് ചെയ്ത് കൊടുത്തു എന്ന് വെക്കുക. അപ്പം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വേണ്ടെങ്കിൽ അതൊന്നും വാങ്ങിക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് പ്രൊഡക്റ്റാണ് ഇപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ട് വഴി എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഓർഡർ ചെയ്യാവുന്നതാണ്. അത് ഇപ്പം ഞാൻ 500 രൂപയുടെ സാധനം ആണ് ഇതിൽ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 100 രൂപയുടെയോ അല്ലെങ്കിൽ 1000 രൂപയുടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ചെറിയ കമ്മീഷൻ ഞങ്ങൾക്കും കിട്ടും എന്നുള്ളതാണ്. ഇതിപ്പം ചില ആൾക്കാരുണ്ട്, അപ്പോൾ ഞാൻ ഈ അറിയുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം നിങ്ങൾ കമ്മീഷൻ നേടേണ്ടതാണ്. അപ്പം അങ്ങനെ അസൂയുള്ളവരോ കുശുമ്പുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ, അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ടാഗ് ചെയ്തിരിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വഴി കയറിയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു ഏണിങ് ഇതാണ്. അതായത് ഇപ്പം യൂട്യൂബ് വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ വ്യൂസിനനുസരിച്ച് വരുമാനം കയറും, അത് ഒരു കാര്യം. അതും വളരെ കുറച്ച് കാശേ കയറുന്നുണ്ടാവുകയുള്ളൂ. ഇപ്പോൾ അതിന് മാത്രം ലക്ഷക്കണക്കിന് വ്യൂസൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ കയറുന്നുണ്ടാവും. പിന്നെ ഇതുപോലെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നത് വഴി കാശ് കയറും. അതുപോലെ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയും കാശ് കയറുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ പല രീതികളിൽ ആണ് ഈ യൂട്യൂബിലേക്ക്, അതായത് യൂട്യൂബേഴ്സിന് ഇങ്ങനെ കാശ് കയറിയിട്ട് ഒരു തുകയായിട്ട് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം, അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ ടാഗ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെന്തായാലും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ സംശയമുള്ളവർ ഉണ്ടെങ്കിൽ, ചില ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ. അപ്പം സംശയമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആയി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ വേറൊരു മൊബൈലിൽ. ഇത് കണ്ടോ, ഇപ്പം ഞാൻ എൻ്റെ ചാനൽ ഇവിടെ തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലോങ് വീഡിയോ ആദ്യമേ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പം ദേ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടില്ലേ? ഇപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഇത് കണ്ടോ, ഇവിടെ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതിവിടെയുണ്ട് വ്യൂ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്തിരിക്കുന്നത്, അതായത് ഇവിടെ ചെടി നനയ്ക്കുന്ന പൈപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പൈപ്പ് ഇതിൽ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറാൻ പറ്റുമ്പോൾ അതെപ്പോഴും ഇങ്ങനെ ഇവിടെ കാണിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതുവഴി നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഇവിടെ ഇത് കണ്ടോ, ഈ മോർ എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ദാണ്ട് ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുവഴി നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കിലേക്ക് പോകാൻ പറ്റും കണ്ടോ. അപ്പോൾ ഇനി ഇവിടെ ഈ സെർച്ച് പ്രൊഡക്ട്സിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനമാണോ വാങ്ങിക്കേണ്ടതെന്ന് വെച്ച് അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതിപ്പോൾ ലേഡീസ് കുർത്ത വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലേഡീസ് കുർത്ത സെറ്റ്. അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ PVC പൈപ്പ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് മാത്രം അത് ടാഗ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എന്ത് സാധനമാണോ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സാധനം വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പം ഞാൻ ഇവിടെ ഷോർട്ട് വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനൊരു വീഡിയോ ഓപ്പൺ ആക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിവിടെ ഒരു ഷോർട്ട് വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിതാണ്ട് എൻ്റെ മോൻ ഇവിടെ ഒരു ബേസിൽ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബേസിനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഒരു സ്റ്റിക്കർ പോലെ പല ആൾക്കാരുടെയും വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം ഇതുമാതിരി സ്റ്റിക്കർ പോലെ ഒരു സംഭവം. അപ്പോൾ അതാണ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ദാണ്ട് നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചുകൊണ്ട് ഇപ്പോൾ നേരത്തെ പോലെ ലേഡീസ് കുർത്ത സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ദാണ്ട് അത് കണ്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനം വാങ്ങിക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോയിൽ കയറിയിട്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ ഇങ്ങനെ നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കയറിയിട്ട് അവരെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുവഴി കയറിയിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയിപ്പോൾ കമ്മീഷൻ കിട്ടാൻ വേണ്ടി അവർക്ക് കുറച്ച് കമ്മീഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയി ഓർഡർ ചെയ്യുമൊന്നും വേണ്ട. നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കയറിയിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നെ പോലെയുള്ള യൂട്യൂബേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.